നമ്മൾ വിദേശത്തുള്ള സമയത്താണ് മരണം എപ്പോഴും നടക്കുമല്ലോ. അള്ളാഹു നമുക്കൊക്കെ ഹൈറായ ആയുസ് തരട്ടെ. മരണം എപ്പോഴും നടക്കാം. നമ്മൾ പ്രിയപ്പെട്ട നമ്മളോട് ഉമ്മ മരണപ്പെട്ട ഉമ്മാനോട് വലിയ ഇഷ്ടമാണ്, നല്ല സംഗതിയാണ്. ഉമ്മ മരണപ്പെട്ടപ്പോൾ നമ്മൾ UAE അല്ലെങ്കിൽ നമ്മൾ ഖത്തറില്ല. ഉമ്മ മരിച്ചു എന്നുള്ള വിവരം എത്തിയാൽ കൂടുതൽ വൈകാതെ നാട്ടിലെത്താൻ കഴിയുമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഉമ്മാനെ വേഗം ഖബറടക്കിക്കാളി, ഞാൻ വന്നോളാം, ഞാൻ വരാൻ വേണ്ടി നിങ്ങൾ ഉമ്മൻ്റെ മയ്യത്ത് എനിക്കും വേണ്ടി കാത്തു വെക്കരുത് എന്ന് പറയാനുള്ള ഈമാനാണ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉമ്മക്ക് ഖൈറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ സമയം വൈകാതെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മക്ക് ഖൈറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, എൻ്റെ ഉമ്മക്ക് ഖൈറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഖൈറും ഷർറും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സത്യം എന്ന വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഇദാ മാത അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ ഫഅസ്രിഉ ബിഹി ഇലാ ഖബരിഹി, പെട്ടെന്ന് ഖബറടക്കണമേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ലാ യംബഗി ലിദീഫത്തി മുസ്ലിമിൻ, ഒരു മുസ്ലിമിൻ്റെ മയ്യത്തിന് നല്ലതല്ല, യോജിച്ച പണിയല്ല, മുസ്ലിമിൻ്റെ മയ്യത്തിന് ചേർന്ന പണിയല്ല. ഖബറടക്കം വെച്ചുകൊണ്ടിരിക്കലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ ഉമ്മാനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഉമ്മാൻ്റെ ഖൈറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഉമ്മ മരണപ്പെട്ട വിവരം അറിഞ്ഞാൽ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നല്ല റാഹത്തോടുകൂടി ഉമ്മാൻ്റെ ഖബറടക്കിക്കോളി, ഞാൻ വന്നോളാം, എന്നിട്ട് നമുക്ക് പോയിട്ട് ഖബർ പോയി കാണാം. ഒരു നോക്ക് നമ്മളെ കാണുന്ന കാഴ്ച എന്ന വികാരത്തിന് വേണ്ടി അതുങ്ങളൊരു നിങ്ങളൊന്ന് നോക്കിച്ചിട്ട് ഉമ്മാൻ്റെ ദോഷം പൊറുക്കപ്പെടില്ല എന്നാൽ അതങ്ങനെ പുണ്യമുള്ള സംഗതിയൊന്നുമല്ല. അതിനു വേണ്ടി ഈ ഖബറടക്കം നീട്ടി വെച്ചുകൊണ്ട് താമസിപ്പിക്കുന്ന രീതി ശരിയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണിത്.